നമസ്കാരം. സർക്കാരിന് മഴക്കെടുതിയും പ്രകൃതി ദുരന്തങ്ങളും ഫലപ്രദമായി നേരിടാൻ കഴിയുന്നില്ലെന്നും പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പകച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞ് വലിയ തത്വചിന്തകളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ. പ്രളയം വന്നപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങാൻ പാർട്ടിക്കാരോട് ആഹ്വാനം ചെയ്തെന്നും വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കളവ് പറയുകയാണെന്നുമൊക്കെ പറഞ്ഞു വിതുമ്പുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് സഖാവ് പിണറായി വിജയന്റെ കാലത്ത് ആ മഹത്തായ കരുതൽ ജനങ്ങളൊന്ന് ഓർത്തു നോക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ്. ആഹാ, എന്തൊരു കരുതലായിരുന്നു അല്ലേ ഇവർ! 2018 പ്രളയകാലത്ത് ആഴ്ചകളോളം പട്ടിണി കിടന്ന് ജനങ്ങളെ അഹോരാത്രം സേവിച്ച നമ്മുടെ സ്വന്തം കാവലാളായിരുന്നു പിണറായി വിജയൻ. കുത്തിയൊലിച്ചു വരുന്ന ഡാമിലെ വെള്ളം സ്വന്തം കൈകൊണ്ട് തടഞ്ഞു നിർത്തി പ്രളയത്തെ പ്രതിരോധിച്ച് നാടിനെ രക്ഷിച്ച വീരപുരുഷൻ. ഇതൊക്കെ കേട്ടാൽ വിശ്വസിക്കുന്ന കുറച്ച് അന്തം സഖാക്കൾ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് ഇത്ര വലിയ കോമഡികൾ വിളമ്പുന്നത്. അന്ന് മുന്നറിയിപ്പില്ലാതെ സകല ഡാമുകളുടെയും ഷട്ടറുകൾ ഒന്നിച്ചു തുറന്നുവിട്ട് അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാതെ നാട് മുക്കിക്കൊന്നതും അമിക്കസ് ക്യൂറി വരെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് റിപ്പോർട്ട് കൊടുത്തതും നമ്മൾ അത്ര പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട ദുരന്ത ബാധിതർക്ക് വേണ്ടി കുരുന്നുകൾ കുടുക്ക പൊട്ടിച്ചും പാവപ്പെട്ട അമ്മമാർ ആടിനെ വിറ്റുമൊക്കെ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അല്പസ്വല്പം വിഹിതം സ്വന്തം പാർട്ടി നേതാക്കൾക്ക് മുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്ത കരുതലിന്റെ പ്രതീകമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. പാവപ്പെട്ട ജനങ്ങൾ തെരുവിൽ അനാഥരായി നിൽക്കുമ്പോൾ പ്രളയ ഫണ്ടിൽ നിന്ന് കോടികളെടുത്ത് PR ഏജൻസികൾക്ക് എറിഞ്ഞുകൊടുത്ത് ഇമേജ് ഉണ്ടാക്കിയ ആ മാതൃകയാണോ ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഈ സർക്കാരിനോടും കാണിക്കാൻ ആവശ്യപ്പെടുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു പുതിയ സർക്കാരുണ്ട് ഗോവിന്ദൻ മാഷെ. അതിൽ താങ്കൾ അനാവശ്യമായി ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. താങ്കൾക്ക് അത്രയ്ക്ക് ജനസേവനം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ദുരന്തമുഖത്ത് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് ആദ്യം പുറത്തുവിടണം. പ്രളയത്തിന്റെ പേര് പറഞ്ഞ് ബക്കറ്റ് പിരിവ് നടത്തി ആ തുകയിൽ കൈയിട്ട് വാരാൻ ഇപ്പോഴത്തെ സർക്കാർ അവസരം തരുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു കിടന്നുരുളലിന് പിന്നിലെ യഥാർത്ഥ പൊല്ലാപ്പ് എന്ന് നാട്ടുകാർക്ക് നന്നായി അറിയാം. കൂടാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കയ്യിലിരുന്ന ഭരണം അടപടലം പോയതിന്റെ കലിപ്പും അസൂയയും വേറെയും. അന്ന് ഡാം തുറന്നുവിട്ട് ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തവർ ഇന്ന് കൃത്യമായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയും റവന്യൂ സംവിധാനങ്ങളെയും കണ്ടുപിടിച്ച് വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണിത്. കൃത്യമായ മുന്നറിയിപ്പുകളുടെയും ആളുകളെ സുരക്ഷിത സ്ഥാപനത്തിലേക്ക് മാറ്റുന്ന സർക്കാരിന്റെ ക്രിയാത്മക നടപടികളും കാണുമ്പോൾ സഖാക്കൾക്ക് സഹിക്കുന്നില്ല. പ്രളയ ഫണ്ടും പിരിവ് തുകയും അടിച്ചുകൊണ്ടുപോയി ഇനി സുഖിക്കാൻ അവസരം കിട്ടില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് M.V. ഗോവിന്ദൻ മാഷും കൂട്ടരും ഇത്തരം ആരോപണങ്ങളുമായി ദിവസവും പത്രക്കാരുടെ മുന്നിലേക്ക് ഓടിയെത്തുന്നത്. ഈ നാടകം കണ്ടും അടുത്ത ജനങ്ങൾ ഇതിനൊക്കെ കൃത്യമായ പരിഹാസത്തോടെയുള്ള മറുപടി വരും ദിവസങ്ങളിൽ നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.